ഹലോ, പി എം എന്ന് പറഞ്ഞ പേപ്പറിലെ ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ പേപ്പറിൽ ഈ ടോപ്പിക് ഒരുപാട് സ്ഥലത്ത് അല്ലെങ്കിൽ കുറേ ഏരിയാസിൽ ഇതിന്റെ നോളജ് ആവശ്യമായിട്ടുള്ളതുണ്ട്. ഓക്കെ, സോ എന്താണ് ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്ഷൻ പ്ലാൻ, അതുപോലെ ഇതിന്റെ കാൽക്കുലേഷൻസ് എങ്ങനെയാണ് എന്ന് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. സോ നമ്മളൊരു കമ്പനി എടുക്കുകയാണ്. കമ്പനി എന്ന് പറയുമ്പോൾ മൾട്ടി പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനി. മൾട്ടി പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ പ്രോഡക്റ്റ്. സോ ഇങ്ങനത്തെ കേസിൽ ഈ പറഞ്ഞ എല്ലാ പ്രോഡക്റ്റിന്റെയും മാർക്കറ്റിൽ ആവശ്യമായിട്ടുള്ള ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് നമ്മളെ കമ്പനിക്ക് പ്രൊഡക്ഷൻ നടത്താൻ പറ്റണമെന്നില്ല. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള റിസോഴ്സ് ലിമിറ്റഡ് ആവും. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിമാൻഡ് മാക്സിമം ഡിമാൻഡ് വരെ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മളുടെ കമ്പനിക്ക് ഇതിനുള്ള റിസോഴ്സ് എന്താവണമെന്നില്ല, കമ്പനിയിൽ അല്ലെങ്കിൽ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഉണ്ടാവണം എന്നില്ല. സോ ഇങ്ങനത്തെ കേസിൽ നമ്മുടെ കയ്യിൽ ഉള്ള അവൈലബിൾ ആയിട്ട് ഓൾറെഡി ഉള്ള റിസോഴ്സ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എങ്ങനെ ഈ പറഞ്ഞ പ്രൊഡക്ട്സിനെ അലോക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒപ്റ്റിമൽ ലെവലിൽ, അതായത് കോൺട്രിബ്യൂഷൻ മാക്സിമൈസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെ ഈ റിസോഴ്സസ് ഈ പറഞ്ഞ പ്രൊഡക്ട്സിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ. ഓക്കെ, സോ ഇതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് ദി അലോക്കേഷൻ ഓർ ബെസ്റ്റ് യൂസ് ഓഫ് ദി റിസോഴ്സ് വിച്ച് ആർ ലിമിറ്റഡ് ഇൻ ഓർഡർ ടു മീറ്റ് ദി കംപ്ലീറ്റ് ഡിമാൻഡ് ഓഫ് ദി പ്രോഡക്ട്സ്. പ്രൊഡക്ട്സിന്റെ ഉള്ള ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഉള്ള ലിമിറ്റഡ് റിസോഴ്സ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ അലോക്കേറ്റ് ചെയ്യാം എന്നാണ് ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ പറയുന്നത്. ദ പ്രൊഡക്ഷൻ പ്ലാൻ മാക്സിമൈസസ് എഫിഷ്യൻസി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി പ്രൊഡക്ഷൻ പ്രോസസ് വൈൽ മീറ്റിംഗ് ദി റിസോഴ്സ് കൺസ്ട്രെയിൻസ്. അതായത് നമ്മളുടെ കയ്യിൽ ബൈൻഡിങ് ആയിട്ടുള്ള ഈ റിസോഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാക്സിമം എഫിഷ്യൻറ്റും മാക്സിമം പ്രോഫിറ്റബിൾ, അതായത് മാക്സിമം കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ എങ്ങനെയൊക്കെ ഇത് അലോക്കേറ്റ് ചെയ്യാം എന്നാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കിത് എന്ത് ചെയ്യാം, ഒരു 4 സ്റ്റെപ്പായിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഐഡന്റിഫൈ ദി ലിമിറ്റിംഗ് ഫാക്ടർ ഓർ റിസോഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഡിമാൻഡിനനുസരിച്ച് പ്രൊഡക്ഷൻ നടത്താൻ പറ്റാത്തതിനുള്ള അല്ലെങ്കിൽ അവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ഏതാണെന്ന് എന്ത് ചെയ്യാം, ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. അതിനുശേഷം കാൽക്കുലേറ്റ് ദി കോൺട്രിബ്യൂഷൻ പെർ ദി ലിമിറ്റിംഗ് റിസോഴ്സ്. അതായത് ഓരോ യൂണിറ്റ് തരുന്ന കോൺട്രിബ്യൂഷൻസും നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. അത് ഈ പറഞ്ഞ ലിമിറ്റഡ് റിസോഴ്സിന്റെ ഒരു യൂണിറ്റിൽ എത്ര കോൺട്രിബ്യൂഷൻ തരുന്നുണ്ട് എന്ന് എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പോൾ ഒരു മെറ്റീരിയൽ എക്സ് ആണ് നമ്മളുടെ ലിമിറ്റിംഗ് റിസോഴ്സ്. ഈ ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ളത് എന്ന് എന്ത് ചെയ്യുക, അസ്യൂം ചെയ്യുക. ഒരു പ്രൊഡക്റ്റ് എ നമുക്ക് കോൺട്രിബ്യൂഷൻ തരുന്നുണ്ട് $10. ഈ $10 തരാൻ ഇവർ 0.5 kilograms ഓഫ് മെറ്റീരിയൽ എക്സ് യൂസ് ചെയ്യേണ്ടത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ നമ്മൾ 1 കിലോഗ്രാമിന് എത്ര കോൺട്രിബ്യൂഷൻ കിട്ടും എന്ന് എന്ത് ചെയ്യുക, ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. അതായത് $10 ഡിവൈഡഡ് ബൈ 0.5 kilograms അടിച്ചു കഴിഞ്ഞാൽ 1 kilogramസിൽ $20 നമുക്ക് എന്ത് കിട്ടും, കോൺട്രിബ്യൂഷൻ ആയിട്ട് കിട്ടും. ഇങ്ങനെ ഓരോ പ്രൊഡക്ട്സിന്റെയും 1 kilogramസിൽ കിട്ടുന്ന കോൺട്രിബ്യൂഷന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ തരുന്നതിന് ഫസ്റ്റ് റാങ്കും അങ്ങനെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന് പറഞ്ഞിട്ട് റാങ്കിങ് ചെയ്യാം. ഓക്കെ, അതാണ് തേർഡ് സ്റ്റെപ്പ്, റാങ്ക് ദി പ്രോഡക്ട്സ്. എന്നിട്ട് അലോക്കേറ്റ് ദി റിസോഴ്സ് അക്കോർഡിംഗ്ലി. അതായത് ഈ പറഞ്ഞ നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ എക്സ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ തരുന്ന 1 കിലോഗ്രാമിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ തരുന്ന യൂണിറ്റിന് ആദ്യം അതിന്റെ മാക്സിമം ഡിമാൻഡ് വരെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അലോക്കേറ്റ് ചെയ്യാം. അതിനുശേഷം ബാലൻസ് ഉള്ളത് സെക്കൻഡ് റാങ്ക് തരുന്ന പ്രൊഡക്റ്റിന് അലോക്കേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ഈ പറഞ്ഞ റാങ്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് പ്രൊഡക്ഷന് ആവശ്യമായിട്ടുള്ള റിസോഴ്സ് എന്ത് ചെയ്യുക, അക്കോർഡിംഗ്ലി റാങ്ക് അലോക്കേറ്റ് ദ റിസോഴ്സ് അക്കോർഡിംഗ്ലി എന്ന് പറയുമ്പോൾ ഓരോ റിസോഴ്സും ഓരോ യൂണിറ്റിന് ആവശ്യമായിട്ട് എന്ത് ചെയ്യുക, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കിത് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് കാൽക്കുലേഷൻസ് ചെയ്ത് നോക്കാം. സോ ഇതാണ് ക്വസ്റ്റ്യൻ. ദി ഫോളോയിങ് ഡാറ്റാസ് ആർ ഓഫ് ദി 4 products പ്രൊഡ്യൂസ്ഡ് ബൈ എ കമ്പനി. അതായത് ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന 4 പ്രൊഡക്ട്സിന്റെ ഡാറ്റാസ് ആണ് തന്നിട്ടുള്ളത്. അതിൽ സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്, മെറ്റീരിയൽ കോസ്റ്റ് തന്നിട്ടുണ്ട്, ലേബർ കോസ്റ്റ് തന്നിട്ടുണ്ട്, ഫിക്സ്ഡ് കോസ്റ്റും തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ തന്ന ഇവിടുത്തെ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് മെഷീൻ ഹവേഴ്സാണ്. മെഷീൻ ഹവേഴ്സ് ആകെ അവൈലബിൾ ആയിട്ടുള്ളത് 6000 ഹവേഴ്സ് ആണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഓരോ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റിന് വേണ്ടി ആവശ്യമുള്ള മെഷീൻ ഹവേഴ്സും എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. പ്രൊഡക്റ്റ് എക്ക് 0.6 മെഷീൻ ഹവേഴ്സ് ആണ് ഒരു യൂണിറ്റിന് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ പ്രൊഡക്റ്റ് ബിക്ക് 0.7ഉം, പ്രൊഡക്റ്റ് സിക്ക് 0.6 ഹവേഴ്സും, പ്രൊഡക്റ്റ് ഡിക്ക് 0.5 ഹവേഴ്സും. ഓക്കെ, നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് ആദ്യം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ എത്ര ഹവേഴ്സ് ഏതിനൊക്കെ പ്രൊഡക്ട്സിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് സ്പ്രെഡ്ഷീറ്റിലേക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്താണ് റിക്വയർമെന്റ് എന്നൊന്ന് എന്ത് ചെയ്യാം നോക്കാം. ഔട്ട്ലൈൻ ആൻ ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ വിച്ച് മാക്സിമൈസസ് ദി കോൺട്രിബ്യൂഷൻ ആൻഡ് കാൽക്കുലേറ്റ് ദി മാക്സിമം കോൺട്രിബ്യൂഷൻസ് ഏൺഡ്.
അതായത് നമ്മൾ ഈ തന്നിരിക്കുന്ന ഡിമാൻഡ് പ്രോഡക്റ്റ് എന്റെ 3000 യൂണിറ്റ്സ്, പ്രൊഡക്റ്റ് ബിക്ക് 3200 പ്രൊഡക്റ്റ് സിക്ക് 2400 പ്രൊഡക്റ്റ് ഡിക്ക് 1700. ഇതാണ് ഈ പ്രൊഡക്ട്സിന് ആവശ്യമായിട്ടുള്ള ഡിമാൻഡ്. ഈ ഡിമാൻഡിന് ഓരോ യൂണിറ്റിനും ആവശ്യമായിട്ടുള്ള ഹവേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. പ്രൊഡക്റ്റ് എക്ക് 0.6, 0.7, പ്രൊഡക്റ്റ് ബിക്ക് 0.6, പ്രൊഡക്റ്റ് സിക്ക്, പ്രൊഡക്റ്റ് ഡിക്ക് 0.5 ഒരു യൂണിറ്റിനുള്ള ഹവേഴ്സ് ആണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ആവശ്യമായിട്ടുള്ള ഡിമാൻഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ 4 പ്രൊഡക്ട്സിനും ആവശ്യമായിട്ടുള്ള ഹവേഴ്സ് കിട്ടും. ആ 4 പ്രൊഡക്ട്സിനും ആവശ്യമായിട്ടുള്ള ഹവേഴ്സ് ഈ തന്ന മെഷീൻ ഹവേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളതിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്തുണ്ട്, മെഷീൻ ഹവേഴ്സ് ലിമിറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മെഷീൻ ഹവേഴ്സ്, ഏറ്റവും കോൺട്രിബ്യൂഷൻ ഒരു മെഷീൻ ഹവറിൽ തരുന്നതിന് റാങ്കിന്റെ ബേസിസിൽ എന്ത് ചെയ്യണം, അലോക്കേറ്റ് ചെയ്തിട്ട് അവിടെ തരുന്ന മാക്സിമം ഓരോ പ്രൊഡക്റ്റിന്റെ യൂണിറ്റ്സ് എത്ര പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാക്സിമം ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാനിൽ വരുന്ന ടോട്ടൽ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് റിക്വയർമെന്റ് സെക്കൻഡ് പാർട്ട്, കാൽക്കുലേറ്റ് ദി മാക്സിമം കോൺട്രിബ്യൂഷൻസ് ഏൺഡ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ എല്ലാ പ്രോഡക്ട്സിന്റെയും മാക്സിമം ഡിമാൻഡ് വരെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എത്ര ഹവേഴ്സ് വരുന്നുണ്ടെന്ന് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ പ്രോഡക്റ്റ് എക്ക് ഇവിടെ 3000 യൂണിറ്റ്സ് ഉണ്ട്. ഒരു യൂണിറ്റ് എത്ര ഹവർ എടുക്കുന്നുണ്ട്, 0.6 ഹവേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 1800 ഹവേഴ്സ് വരും ഈ പറഞ്ഞ 3000 യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് എ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ഇങ്ങനെ നമ്മൾ ഇത് ട്രാക്ക് ചെയ്താൽ 4 പ്രോഡക്ട്സിന്റെയും എന്ത് കിട്ടും, ടോട്ടൽ ഹവേഴ്സ് കിട്ടും. ടോട്ടൽ ഹവേഴ്സ് നമുക്ക് സം ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഈ 4 പ്രോഡക്ട്സും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എത്ര ഹവേഴ്സ് വരുന്നുണ്ടെന്ന് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് 6000 ഹവേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് എത്ര ഹവേഴ്സ് ഷോർട്ട് ഉണ്ട്, 6000 മൈനസ് 6330 എന്ന് പറയുമ്പോൾ 330 ഹവേഴ്സ്, 330 ഹവേഴ്സ് നമുക്ക് ഷോർട്ട് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ വെച്ചിട്ട് 4 പ്രോഡക്റ്റും ഇവിടെ കംപ്ലീറ്റ്ലി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സഫീഷ്യൻറ്റ് ഹവേഴ്സ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ഒരു ഹവറിൽ തരുന്ന യൂണിറ്റ് ഫസ്റ്റ് റാങ്ക് കൊടുത്തിട്ട് ആ യൂണിറ്റിന്റെ മാക്സിമം ഡിമാൻഡ് വരെ നമ്മൾ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ബാലൻസ് വരുന്ന ഹവേഴ്സ് സെക്കൻഡ് റാങ്കുള്ള പ്രൊഡക്ട്സിന് വെച്ചിട്ട് അലോക്കേറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ ബിൽഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കാൽക്കുലേഷൻസ് നമുക്ക് നോക്കാം. സോ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഹവേഴ്സ് തന്നിട്ടുണ്ട് 6000. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പ്രോഡക്റ്റിന്റെ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ലിമിറ്റഡ് റിസോഴ്സിൽ എത്ര ഒരു ഹവറിൽ കോൺട്രിബ്യൂഷൻ തരുന്നുണ്ട്, അത് ഏറ്റവും മാക്സിമം തരുന്ന പ്രോഡക്റ്റ് ഏതാണെന്ന് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒന്നില്ലെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് നിന്ന് മെറ്റീരിയലും ലേബർ ആയിട്ടുള്ള വേരിയബിൾ കോസ്റ്റ് ഡിഡക്ട് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്രോഫിറ്റ് പ്ലസ് ഫിക്സ്ഡ് കോസ്റ്റ് ആഡ് ചെയ്തിട്ട് കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് കിട്ടിയത് ഓരോ പ്രോഡക്റ്റ് എൻ്റെയും ബിന്റെയും സിന്റെയും ഡിന്റെയും ഒരു യൂണിറ്റ് തരുന്ന കോൺട്രിബ്യൂഷൻ ആണ്. ഈ കോൺട്രിബ്യൂഷൻ ഇനി നമ്മൾ ഒരു ലിമിറ്റഡ് റിസോഴ്സ് അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഹവറിൽ എത്ര തരുന്നുണ്ടെന്ന് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. കോൺട്രിബ്യൂഷൻ പെർ ലിമിറ്റിംഗ് ഫാക്ടർ, ഓക്കെ, 7 ഡിവൈഡഡ് ബൈ ലിമിറ്റിംഗ് ഫാക്ടർ എത്ര, ഒരു പ്രോഡക്റ്റ് എ പ്രൊഡ്യൂസ് ചെയ്യാൻ, ഒരു യൂണിറ്റ് ഓഫ് എ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് 0.6 ഹവേഴ്സ് ഓഫ് മെറ്റീരിയൽ, ലിമിറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആവശ്യമുണ്ട്. സോ ഒരു ഹവറിൽ എത്ര കോൺട്രിബ്യൂഷൻ കിട്ടും, നമുക്ക് 11.667 കോൺട്രിബ്യൂഷൻ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 പ്രോഡക്റ്റും വെച്ചിട്ട് നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ ലിമിറ്റിംഗ് ഫാക്ടർ നോക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ തരുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് റാങ്ക് ചെയ്യാം. ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ തരുന്നത് പ്രോഡക്റ്റ് സി ആണ്. അതിനുശേഷം കോൺട്രിബ്യൂഷൻ തരുന്നത് പ്രോഡക്റ്റ് ബി ആണ്. അപ്പോൾ അത് സെക്കൻഡ് റാങ്ക് ഇട്ട് കൊടുക്കാം. തേർഡ് റാങ്ക് പ്രോഡക്റ്റ് ഡിക്കും, ഫൈനലി ഫോർത്ത് റാങ്ക് വരുന്നത് പ്രോഡക്റ്റ് എക്കും. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ആദ്യം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് മാക്സിമം ഡിമാൻഡ് വരെ നമുക്ക് ഏത് പ്രൊഡ്യൂസ് ചെയ്യാം, പ്രോഡക്റ്റ് സി പ്രൊഡ്യൂസ് ചെയ്യാം. കാരണം അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലിമിറ്റിംഗ് ഫാക്ടറിൽ കോൺട്രിബ്യൂഷൻ തരുന്ന പ്രോഡക്റ്റ്. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, പ്രോഡക്റ്റ് സി പ്രൊഡ്യൂസ് ചെയ്യാം. അതിൻ്റെ ഡിമാൻഡ് മാക്സിമം വരെ പ്രൊഡക്റ്റ് സി പ്രൊഡ്യൂസ് ചെയ്യാം. അതിനുശേഷം ഹവേഴ്സ് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് ബിയും, പിന്നെ അതിനുശേഷം ബാലൻസ് ഉള്ളത് പ്രോഡക്റ്റ് ഡിക്കും, പിന്നെ ബാലൻസ് ഉണ്ടെങ്കിൽ പ്രോഡക്റ്റ് എ. എത്രയാണോ ബാലൻസ് അത്ര ഹവേഴ്സ് വരെ പ്രോഡക്റ്റ് എയും എന്ത് ചെയ്യാം, പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്യാം. അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യുക, അവൈലബിൾ ഹവേഴ്സ് ഒന്നുകൂടി ഇവിടെ മെൻഷൻ ചെയ്യാം. എത്ര ഹവേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ, 6000 ഹവേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് റാങ്കിലുള്ള പ്രോഡക്റ്റ് ആണ്. ഏത്, പ്രോഡക്റ്റ് സി. പ്രോഡക്റ്റ് സി എത്ര ഡിമാൻഡ് ഉണ്ട്, മാക്സിമം ഇതവിടെ 2400 യൂണിറ്റ്സ് ആണ് മാക്സിമം പ്രോഡക്റ്റ് സിന്റെ ഡിമാൻഡ്.
അതിൽ 2400 എത്ര ഹവേഴ്സ് എടുക്കും? 2400 ഇൻറ്റു ഒരു ഹവറിന് ആവശ്യമായിട്ടുള്ളത്, ഒരു യൂണിറ്റിന് ആവശ്യമായിട്ടുള്ളത് 0.6 ഹവേഴ്സ് ആണ്. അങ്ങനെ 1440 ഹവേഴ്സ് ആണ് ടോട്ടൽ പ്രോഡക്റ്റ് സീൻ്റെ 2400 യൂണിറ്റ്സ് എടുക്കുന്നത്. അങ്ങനെ ബാലൻസ് വരുന്ന ഹവേഴ്സ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. 4560 ഹവേഴ്സ് നമ്മളുടെ കയ്യിൽ ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രോഡക്റ്റ് ബി ആണ് സെക്കൻഡ് റാങ്കിലുള്ളത്. പ്രോഡക്റ്റ് ബിന്റെ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് 3200 യൂണിറ്റ്സ് ആണ്. സെക്കൻഡ് റാങ്കിലുള്ളത് പ്രോഡക്റ്റ് ബി 3200 യൂണിറ്റ്സ് ആണ് മാക്സിമം ഡിമാൻഡ്. അപ്പോൾ 3200 യൂണിറ്റ്സിന് ആവശ്യമായിട്ടുള്ള ഹവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റിന് 0.7 ഹവർ വെച്ചിട്ട് 2240 ഹവേഴ്സ് ആണ്. സോ ഇനിയും നമുക്ക് ബാലൻസ് വരുന്നുണ്ട്. എത്ര? 2320 ഹവേഴ്സ് നമ്മളുടെ കയ്യിൽ എന്തുണ്ട്? ബാലൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തേർഡ് റാങ്കിലുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. പ്രൊഡക്റ്റ് ഏതാ? പ്രൊഡക്റ്റ് ഡി. ഇതാണ് തേർഡ് റാങ്കിൽ വരുന്ന പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് ഡിന്റെ ഡിമാൻഡ് 1700 ആണ്. അപ്പോൾ 1700 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 1700 ഒരു യൂണിറ്റിന് എത്ര ഹവേഴ്സ് റിക്വയർഡ് ആണ്? 0.5 ഹവേഴ്സ് റിക്വയർഡ് ആണ്. അപ്പോൾ 850 ഹവേഴ്സേ പ്രൊഡക്റ്റ് ഡിക്ക് ആവശ്യമായിട്ടുള്ളതുള്ളൂ. പ്രൊഡക്റ്റ് ഡി ആണ്. ഓക്കെ, ഇനി ബാലൻസ് വരുന്നത് 1470 ഹവേഴ്സാണ്. പക്ഷെ നമുക്ക് ആക്ച്വലി റിക്വയർഡ് ആയിട്ടുള്ളത് പ്രോഡക്റ്റ് എ പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ഹവേഴ്സ് ആവശ്യമായിട്ടുള്ളതെന്ന് എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. പ്രോഡക്റ്റ് എന്റെ മാക്സിമം ഡിമാൻഡ് 3000 യൂണിറ്റ് ആണ്. 3000 യൂണിറ്റ് പ്രോഡക്റ്റ് എ ആണ് ഫോർത്ത് റാങ്കിലുള്ള പ്രോഡക്റ്റ്. 3000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഹവറിന് എത്ര വേണം? ഒരു യൂണിറ്റിന് 0.6 ഹവർ വെച്ചിട്ട് 1800 ഹവേഴ്സ് വേണം. പക്ഷെ നമ്മുടെ കയ്യിൽ ആക്ച്വലി 1470 ഹവേഴ്സേ ഉള്ളൂ. അപ്പൊ എത്ര ഹവർ ഇവിടെ ഷോർട്ടാണ്? 330 ഹവേഴ്സ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു. 6330. ഇതാ നമ്മുടെ 6330 ഹവേഴ്സ് ആണ് ടോട്ടലി ആക്ച്വലി നമുക്ക് ആവശ്യമായിട്ടുള്ള ഹവേഴ്സ്. പക്ഷെ 6000 ഉള്ളൂ. അപ്പൊ എത്ര ഷോർട്ട് വന്നു? 330 ഹവേഴ്സ്. അപ്പൊ ഇവിടെ കണ്ടില്ലേ 1470 ബാലൻസ് ഉണ്ട്. നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ളത് 1800 ആണ്. അങ്ങനെ 330 ഹവേഴ്സ് ഇവിടെ കറക്റ്റ് ഷോർട്ട് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ബാലൻസ് ഹവേഴ്സ് വരുന്ന എത്ര 1470 എത്ര പ്രൊഡക്റ്റ് എ പോവും എന്ന് എന്ത് ചെയ്യാം? ഐഡന്റിഫൈ ചെയ്യാം. അപ്പോൾ 1470 ഡിവൈഡഡ് ബൈ ഒരു യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് എക്ക് ആവശ്യമായിട്ടുള്ള ഹവേഴ്സ് 0.6 ആണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 24550 പ്രോഡക്റ്റ് എ എന്ത് ചെയ്യാം? പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ടോട്ടലി ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ് എ എന്ന് പറയുമ്പോൾ ഡിമാൻഡ് 3000 ആണ്. നമുക്ക് എത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ? 2450 യൂണിറ്റ്സ് ഓഫ് പ്രോഡക്റ്റ് എ ഇപ്പം നമ്മളുടെ കയ്യിലുള്ള ടോട്ടൽ 6000 ഹവേഴ്സിനുള്ളിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇനി നമ്മളുടെ കയ്യിൽ എക്സ്ട്രാ ബാക്കിയുള്ള 550 പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മളുടെ കയ്യിൽ എന്തില്ല? മെഷീൻ ഹവേഴ്സ് ബാലൻസ് ഇല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 2450 പ്രോഡക്റ്റ് എ ഇത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ വെച്ചിട്ട് ഓരോ പ്രോഡക്ട്സും എത്ര യൂണിറ്റ് വരെ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് എന്ത് ചെയ്തു? ഐഡന്റിഫൈ ചെയ്തു. ഇനി നമുക്ക് ഈ പറഞ്ഞ പ്ലാനിൽ ഏറ്റവും കൂടുതൽ മാക്സിമം കോൺട്രിബ്യൂഷൻ എത്രയാണ് എന്ന് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഓരോ പ്രോഡക്ട്സും നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം. അവരുടെ എത്ര യൂണിറ്റ്സ് ആണ് നമ്മളുടെ കപ്പാസിറ്റി വെച്ചിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തതെന്ന് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ കോൺട്രിബ്യൂഷൻ എത്ര ഓരോ പ്രോഡക്റ്റും തരുന്നതെന്ന് എന്ത് ചെയ്യാം? ഐഡന്റിഫൈ ചെയ്യാം. അപ്പോൾ പ്രോഡക്റ്റ് എ ഉണ്ട്, ബി ഉണ്ട്, സി ആൻഡ് ഡി ഉണ്ട്. എ എത്ര യൂണിറ്റ്സ് വരെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു? 2450 അല്ലേ? 3000 യൂണിറ്റ്സ് മാക്സിമം ഡിമാൻഡ് എങ്കിലും നമ്മളുടെ ലിമിറ്റഡ് ആയിട്ടുള്ള മെഷീൻ ഹവർ കൊണ്ട് നമ്മൾ എത്ര യൂണിറ്റ് എ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ? 2450 യൂണിറ്റ്. അതിൽ ഒരു യൂണിറ്റ് എത്ര കോൺട്രിബ്യൂഷൻ തരും? എന്റെ ഒരു യൂണിറ്റ് $7 കോൺട്രിബ്യൂഷൻ തരും. അപ്പോൾ ടോട്ടൽ വരുന്ന കോൺട്രിബ്യൂഷൻ 17,150 ആണ്. പ്രോഡക്റ്റ് എ ടോട്ടൽ തരുന്ന കോൺട്രിബ്യൂഷൻ $17,150 ആണ്. അതുപോലെ പ്രോഡക്റ്റ് ബി നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്തു? പ്രോഡക്റ്റ് ബി ഫുൾ കപ്പാസിറ്റിയിൽ 3200 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു. 3200 യൂണിറ്റ്സിലെ ഒരു യൂണിറ്റ് തരുന്ന കോൺട്രിബ്യൂഷൻ പ്രോഡക്റ്റ് ബിന്റെ $9 ആണ്. അപ്പോൾ 28,800 ടോട്ടൽ കോൺട്രിബ്യൂഷൻ തന്നു. അതുപോലെ പ്രൊഡക്റ്റ് സിയും നമ്മൾ ഫുൾ കപ്പാസിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്തു. പ്രൊഡക്റ്റ് സി ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് റാങ്കിൽ വരുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മൾ 2400 ഫുൾ കപ്പാസിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്തു. അതിൽ ഒരു യൂണിറ്റിന് എത്ര കോൺട്രിബ്യൂഷൻ പ്രൊഡക്റ്റ് സി തരുന്നുണ്ട്?
$9 സിയും തരുന്നുണ്ട്. പ്രോഡക്റ്റ് ഡി ഫൈനലി നമ്മൾ 1700 അതും പ്രൊഡ്യൂസ് ചെയ്തു ഫുൾ കപ്പാസിറ്റിയിൽ. അതിൽ ഓരോ യൂണിറ്റ് $6 കോൺട്രിബ്യൂഷൻ വെച്ചിട്ട് നമുക്ക് ടോട്ടൽ എത്ര കിട്ടി? 10,200 കോൺട്രിബ്യൂഷൻ കിട്ടി. അങ്ങനെ നമുക്ക് ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഈ പറഞ്ഞ ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാനിൽ കിട്ടിയത് $77,750 ആണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ മാക്സിമം കോൺട്രിബ്യൂഷൻ. ഇപ്പം നമ്മൾ 2 റിക്വയർമെൻറ്റും ചെയ്തു, അതായത് ഔട്ട്ലൈൻ ആൻഡ് ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ. അതാണ് ഇത്. ഓരോ യൂണിറ്റും ഓരോ പ്രൊഡക്റ്റും എത്ര യൂണിറ്റ്സ് വരെ നമ്മളെ ലിമിറ്റഡ് റിസോഴ്സിൽ പ്രൊഡ്യൂസ് ചെയ്തു എന്ത് ചെയ്തു, കാൽക്കുലേറ്റ് ചെയ്തു. അതുപോലെ ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാനിൽ വരുന്ന മാക്സിമം കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, സെക്കൻഡ് റിക്വയർമെൻ്റ് ആണ് ഇത്. ഓക്കെ, സോ ഈ പറഞ്ഞ 2 റിക്വയർമെൻറ്റ് നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ഈ പറഞ്ഞ അല്ലെങ്കിൽ ഈ ഔട്ട്ലൈൻ ചെയ്തിട്ടുള്ള പ്ലാനിലല്ലാതെ നമുക്കൊരു എക്സ്ട്രാ കോൺട്രിബ്യൂഷൻ കിട്ടണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മളുടെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് റിവൈസ് ആവണം, അല്ലെങ്കിൽ ഈ അവൈലബിൾ ആയിട്ടുള്ള ഹവേഴ്സ് എന്ത് ചെയ്യണം, ഇൻക്രീസ് ആവണം. ഇത് രണ്ടും അല്ലാതെ ഇതാണ് ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഹവേഴ്സിൽ കറൻ്റ്ലി ഓരോ യൂണിറ്റ് തരുന്ന കോൺട്രിബ്യൂഷനിൽ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്ഷൻ പ്ലാൻ. ഇതിനപ്പുറം കോൺട്രിബ്യൂഷൻ ഇൻക്രീസ് ആവണമെങ്കിൽ നേരത്തെ പറഞ്ഞ ചേഞ്ചസിൽ ഏതെങ്കിലും ഒന്നും വരാതെ എന്ത് ചെയ്യൂല, നമുക്ക് എക്സ്ട്രാ $1 പോലും കോൺട്രിബ്യൂഷൻ കിട്ടൂല. സോ ഇതാണ് നമ്മളുടെ ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ. ഓക്കെ, അപ്പോൾ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ്. താങ്ക് യു.